പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവത്തിൻ്റെ ഉള്ളിൽ ആയിരുന്നില്ല എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവത്തിൻ്റെ ഉള്ളിലായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു പുസ്തകത്തിൻ്റെ നിരൂപണമല്ല, അത് വിമർശനമാണ്. വിമർശനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. ഗ്രന്ഥകർത്താവ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ശരിയാണ്. വചനം ദൈവത്തിൻ്റെ വാക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് സത്യവിശ്വാസവും. പക്ഷെ ഈ വിമർശകരത് സമ്മതിക്കുന്നില്ല. നമുക്കറിയാം, പിതാവാൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കാണ് വചനം എന്ന് പറയുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം പിതാവിൻ്റെ മനസ്സിൽ ജനിക്കുന്നു, അത് അപ്പോൾ തന്നെ വായിൽ കൂടി പുറത്തു വരുന്നു. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനെതിരായിട്ട് ആരും ഒന്നും എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടുമില്ല. പക്ഷെ ഇത് ഉൾക്കൊള്ളാൻ പലർക്കും വിഷമാണ്. വചനം പിതാവിൻ്റെ മനസ്സിൽ ജനിക്കുന്നു, അത് അപ്പോൾ തന്നെ വാക്കായി പുറത്തേക്ക് വരുന്നു. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പറഞ്ഞ പോലെയായി, എഴുതിയാലും എഴുതിയില്ലെങ്കിലും എഴുതിയ പോലെയായി. ഉണ്ടാകട്ടെ എന്ന് വചനം പിതാവിൻ്റെ മനസ്സിൽ ജനിച്ചു, അത് അപ്പോൾ തന്നെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. ആ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ വാക്കാണ് വചനം. അതുകൊണ്ട് വചനം ഒരു വേറൊരു ശബ്ദമല്ല. അദ്ദേഹം പറഞ്ഞ വചനം ഒരു ശബ്ദമാണ്, വാക്കൊന്നുമല്ല. ഓങ്കാരം പോലെയുള്ള അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ഒരു ശബ്ദമല്ലത്, വാക്കെന്ന് തന്നെ പറയണം. ശബ്ദം എന്ന് പറഞ്ഞാൽ പോരാ. അതുകൊണ്ടല്ലേ യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് എഴുതിയ വചനം. ഈ വചനം ആരുടെയെങ്കിലും ആവണ്ടേ? വചനം എന്ന വാക്ക്, ദി വേർഡ് വാസ് ഗോഡ് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ആ വചനം ആരുടെ? അത് പിതാവാൻ ദൈവത്തിൻ്റെ വചനമാണ്, വേറെ ഒന്നും അപ്പോൾ പ്രപഞ്ചത്തിലോ അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ ഈ അണ്ടകടാഹത്തിലോ വേറെ ഒന്നുമില്ല. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ വചനം എന്ന് പറയുന്നത് പിതാവിൻ്റെ വചനമാണ്, അത് വാക്കാണ്. അത് ശബ്ദമെന്ന് പറഞ്ഞാൽ പോരാ, ശബ്ദമല്ല, വാക്കെന്ന് തന്നെ പറയണം. ഇദ്ദേഹം പറയുന്നത് വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ വചനം ദൈവത്തിൻ്റെ ഉള്ളിലായിരുന്നില്ല, അല്ലെങ്കിൽ വാക്കല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വചനവുമായിട്ട് ദൈവത്തിൻ്റെ ഒരു ബന്ധമില്ലെങ്കിൽ വെറുതെ പുത്രൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുത്രൻ എന്ന് പറയുന്നത് പിതാവിന് ജനിച്ചവരാണ്. അതിനാണ് നേരത്തെ പറഞ്ഞ വചനം മനസ്സിൽ ജനിക്കുന്നു, അത് വായിൽ കൂടി പുറത്തു വരുന്നു. അതാണ് പിതാവിൽ നിന്ന് ജനിച്ചവരെന്ന് പറയുന്നത്. ആ ജനിച്ചവരെന്നുള്ളതിന് 1 യോഹന്നാൻ 5:1 ഇങ്ങനെ പറയുന്നുണ്ട്: ജനകനെ സ്നേഹിക്കുന്നവൻ അവനിൽ നിന്നും ജാതനായവനെയും സ്നേഹിക്കുന്നുണ്ടോ? ജനകനെ, അതായത് പിതാവിനെ സ്നേഹിക്കുന്നവൻ അവനിൽ നിന്നും ജാതനായവനെ, അതായത് പിതാവിൽ നിന്നും ജനിച്ചവനെ സ്നേഹിക്കുന്നു. വളരെ വ്യക്തമായിട്ട് 1 യോഹന്നാൻ 5:1 പറയുന്നു, ജനിച്ചവരാണെന്നുള്ള. ഇദ്ദേഹം പറഞ്ഞതുപോലെ ജനിച്ചവനാണ് എന്നദ്ദേഹം സമ്മതിക്കുന്നില്ലെങ്കിൽ ഈ പുത്രൻ എന്ന് പറയുന്നത് വേറെ ഒരു ഉണ്മയാകും, വേറെ ഒരു ദൈവമാകും, വേറെ ഒരു സോഴ്സാകും, വേറെ ഒരു ബീയിങ് ആവും.
അപ്പോൾ രണ്ട് ദൈവം ഉണ്ടെന്ന് പറയുക. അങ്ങനെ തൃത്വം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അതാണ് വാസ്തവം. മുഴുവൻ അറിയില്ല. അദ്ദേഹം ഒത്തിരി വീഡിയോകൾ തൃത്വത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്തൊന്നും വിശുദ്ധ തൃത്വം ശരിയായിട്ട് വന്നിട്ടില്ല. ഇപ്പം തന്നെ വലിയൊരു തെറ്റൽ അദ്ദേഹം പറഞ്ഞു. അതിനും ദൈവത്തിൻ്റെ ഉള്ളിലായിരുന്നു പറഞ്ഞത്. അത് പറയേണ്ട കാര്യമില്ല. ഇന്ന് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടു. പിതാവും പുത്രനും ആണെങ്കിൽ പിതാവിൻ്റെ പുത്രനും പിതാവും ഒരേ സമയത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ്. പിതാവിന് പുത്രൻ ജനിക്കണമെങ്കിൽ സമയം കൊടുക്കുമല്ലോ. അതാണ് അവൻ്റെ ധാരണ. അവനത്ര മനസ്സിലാക്കിയിട്ടുള്ളൂ. അത് JCNTST എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഇപ്പം ഞാനത് കണ്ടത്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ്റെ മനസ്സപ്പോഴുണ്ട്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ മനസ്സപ്പോഴുണ്ട്. പിതാവ് ജനിച്ചപ്പോൾ അല്ലെങ്കിൽ പിതാവ് ഉണ്ടായപ്പോൾ അവന് മനസ്സുണ്ട്. അപ്പോൾ പിതാവ് എപ്പോൾ ഉണ്ടായെന്ന് ചോദ്യം വരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാത്തിൻ്റെ ആധാരം പിതാവ് മാത്രമാണ്. പുത്രൻ ആധാരമല്ല, പരിശുദ്ധ ആധാരമല്ല. പുത്രൻ സോഴ്സ് അല്ല, പരിശുദ്ധ സോഴ്സ് അല്ല. പുത്രൻ വേറൊരു ബീയിങ് അല്ല, പരിശുദ്ധ വേറൊരു ബീയിങ് അല്ല. പുത്രൻ വേറൊരു ദൈവമല്ല, പരിശുദ്ധ വേറൊരു ദൈവമല്ല. പിന്നെയോ പിതാവിൽ നിന്ന് ജനിച്ചവനാണ് പുത്രൻ, അതുകൊണ്ട് അവൻ പൂർണ്ണ ദൈവമാണ്. പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനാണ് പരിശുദ്ധ, അതുകൊണ്ട് അവൻ പൂർണ്ണ ദൈവമാണ്. പിതാവ് പൂർണ്ണനാണെങ്കിൽ പുത്രനും പൂർണ്ണനാണ്, പരിശുദ്ധ പൂർണ്ണനാണ്. അപ്പൊ പിതാവുള്ളപ്പോഴേ പുത്രനുണ്ട്. പിതാവ് എന്നുണ്ട്, അതിന് മറുപടിയില്ല. ആദിയിൽ, അനാദിയിൽ, അത് വർണ്ണിക്കാൻ പാടില്ലാത്ത കാലത്ത്, വർണ്ണനാതീതമായ കാലത്ത്. ഇപ്പൊ പിതാവിൻ്റെ സോഴ്സ് ഏതാ? പിതാവിൻ്റെ സോഴ്സ് ഇല്ല. പിതാവ് സ്വയംഭൂവാകുന്നു. കാലവും സമയമൊന്നും പറയാനില്ല. അവൻ കാലത്തിനും സമയത്തിനും അതീതനാണ്. പുത്രൻ പിതാവിൽ നിന്നുള്ള സ്വയംഭൂവാണ്. പരിശുദ്ധ റൂഹായും പിതാവിൽ നിന്നുള്ള സ്വയംഭൂവാണ്. അപ്പോൾ പിതാവിൻ്റെ മനസ്സ് പോലെയാണ്. ആ മനസ്സിൽ നിന്ന് പുറത്തു വരുന്നതാണ് വാക്ക്. പിതാവുള്ളപ്പോഴേ പിതാവിന് മനസ്സുണ്ട്. മനസ്സുണ്ടെങ്കിൽ വാക്കുണ്ട്. അതുകൊണ്ട് പിതാവിനും പുത്രനും ഒരേ പ്രായമാണ്. മനസ്സിലൊന്നും വിചാരിക്കാത്ത ഒരു കൊച്ചുകുട്ടിയോ വലിയ ആളോ ഉണ്ടാവില്ല. അത് പുറത്തേക്ക് വന്നാലും വന്നില്ലെങ്കിലും, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് വാക്ക് തന്നെയാണ്. അതാണ് പുത്രൻ. അപ്പോൾ പിതാവിനും പുത്രനും ഒരേ പ്രായം, ഒരേ വിശുദ്ധി, ഒരേ സത്ത, ഒരേ സ്നേഹം, ഒരേ സാരാംശം. ഇതാണ് മൂന്ന് വ്യക്തികൾക്കും ഒരേ സാരാംശം. അതുകൊണ്ട് മൂന്ന് വ്യക്തികളും ദൈവമാണ്. ദൈവങ്ങളല്ല, ദൈവമാണ്. പക്ഷേ പുത്രൻ പിതാവിൽ നിന്നും വ്യതിരിക്തനായ ഒരു വ്യക്തിയാണ്. പരിശുദ്ധ റൂഹ പിതാവിൽ നിന്നും വ്യതിരിക്തനായ ഒരു പുത്രനാണ്. പരിശുദ്ധാത്മാവ് വേർതിരിഞ്ഞ് നിൽക്കുന്നു എന്നതുകൊണ്ട് പിതാവുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. റിലേഷൻഷിപ്പ് പോയി. ഇദ്ദേഹത്തിൻ്റെ വാദം നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ പുത്രൻ വേറൊരു ദൈവമാവും, വേറൊരു ആധാരമാവും, വേറൊരു ബീയിങ് ആവും, വേറൊരു ഉണ്മയാവും. അപ്പോൾ രണ്ട് ദൈവമുണ്ട് എന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, ഏകദൈവം. തൃത്വത്തിലെ ഏകത്വം. ആ പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു, ആ പിതാവിൽ നിന്ന് പരിശുദ്ധ പുറപ്പെടുന്നു. അപ്പോൾ അതാണ് തൃത്വത്തിലെ ഏകത്വവും ഏകത്വത്തിലെ തൃത്വവും എന്ന് പറയാൻ കാരണം. അപ്പോൾ ഗ്രന്ഥകർത്താവ് പറഞ്ഞിരിക്കുന്ന വളരെ സത്യമായ കാര്യമാണ്. ഇദ്ദേഹം അത് ചോദ്യം ചെയ്തിരിക്കുന്ന വളരെ തെറ്റായ രീതിയിലാണ്. അത് നമ്മുടെ വിശ്വാസത്തിന് പരിപൂർണമായിട്ട് എതിരാണ്. പിന്നെ അദ്ദേഹം യഹോവയെ എപ്പോഴും വഴക്ക് പറയുന്ന ഒരു മനുഷ്യനാണ്.
യഹോവ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പുത്തൻകുരിശിൽ കൺവെൻഷനിൽ യഹോവയ്ക്ക് സ്തുതി പാടിയെന്നോ യഹോവയെ വാഴ്ത്തുവരെന്ന് പറഞ്ഞോ, അതൊക്കെ അദ്ദേഹത്തിന് ദഹിച്ചില്ല. നിങ്ങളുടെ വേദപുസ്തകത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ യഹോവ എന്നൊരു വാക്കുണ്ടോ? ഇനി നിങ്ങൾ യഹോവയെ വാഴ്ത്തുന്നതിനാ? അപ്പോൾ അത് എഴുതിയ വന്നിയ കടയാപ്പറമ്പിൽ കുര്യൻ കോറോപ്പിസ്കോപ്പായി നിങ്ങൾ നിന്ദിക്കുകയല്ലേ, അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയല്ലേ? അദ്ദേഹം പറയും നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം യാക്കോബായ സഭയിൽ അംഗമല്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവരോടുകൂടി ഒരിക്കൽ പറയുകയാണ്, വിശുദ്ധ ഗ്രന്ഥത്തിലെ ആമുഖത്തിൽ പൈശീത്തോ ബൈബിളാണ് അദ്ദേഹത്തിൻ്റെ. സുറിയാനിൽ നിന്ന് നേരിട്ട് തർജ്ജമ ചെയ്താണ്. 10 കൊല്ലം കൊണ്ടാണ് അദ്ദേഹം ഈ വേദപുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അത്രയും സമയമെടുത്തു. സുറിയാനി പണ്ഡിതനാണ് ഒന്നിയ കടയാമ്പറമ്പിൽ കുര്യൻ കോറോപ്പിസ്കോപ്പ്. അദ്ദേഹം ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, പഴയ നിയമ മലയാള പരിഭാഷയിൽ യഹോവ എന്ന സംജ്ഞ സർവത്ര കാണാം. ആ ഭാഗങ്ങളെല്ലാം ഇംഗ്ലീഷിൽ ദി ലോർഡ് ഗോഡ് എന്നും സുറിയാനിയിൽ മൊറിയോ അലോഹോ എന്നുമാണ്. ഈ വിവർത്തനത്തിലും ദൈവമായ കർത്താവ് എന്ന് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ യഹോവ എന്നതിന് പകരം ഇംഗ്ലീഷിൽ ദി ലോർഡ് ഗോഡ്, ദ ലോർഡ് ഗോഡ്, സുറിയാനിയിൽ മൊറിയോ അലോഹോ, അതായത് ദൈവമായ കർത്താവ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് യഹോവയെ കടിയാമ്പറമ്പിൽ കുര്യൻ കോറോപ്പിസ്കോപ്പ് അവഗണിച്ചു. എന്നിട്ട് പിന്നെ നിങ്ങളെന്തിനാ യഹോവയെ വാഴ്ത്തുവരെന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ? നിങ്ങൾ കുര്യൻ കോറോപ്പിസ്കോപ്പായെ നിഷേധിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ കുറ്റങ്ങളിങ്ങനെ പറയാം. അതിനൊന്നും വലിയ അർത്ഥമില്ല. അദ്ദേഹം ഒരു യഹോവ വിരോധി ആയതുകൊണ്ടായിരിക്കാം ഈ പുത്രൻ വേറൊരു ദൈവമാണെന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുന്നു. എങ്ങനെ സ്ഥാപിച്ചാലും യാക്കോബായ സഭയിലെ വിശുദ്ധ ട്രിനിറ്റി അത് സത്യം തന്നെയാണ്. ദ ഹോളി ട്രിനിറ്റി വ്യാഖ്യാനിക്കുവാൻ നവീകരണ സഭകൾക്കോ, കാര്യം പെന്തക്കോസ്ത് സഭകൾ ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായി പറയാൻ ഇന്നുവരെ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. പിതാവിന് ജനിച്ചവൻ, പിതാവിൻ്റെ വാക്ക്, വചനം അത് അംഗീകരിക്കാതെ എത്ര വളച്ചു കൂട്ടി കിടിച്ചാലും വിശുദ്ധ തൃത്വം വിശദീകരിക്കാനോ പഠിപ്പിക്കാനോ പറ്റില്ല. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 100% ശരിയാണെന്നാണ് പറയേണ്ടത്. ആ വിമർശകൻ പറഞ്ഞിരിക്കുന്നത് 100% തെറ്റാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.